ഹിസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് അല്ലെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുൻപ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. വക്കം അബ്ദുൽ ഖാദർ മൗലവി, നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് കേട്ടോ ഇദ്ദേഹം, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇദ്ദേഹം ജനിച്ചത് 1873 ഡിസംബർ 28-നാണ്. മരണപ്പെട്ടത് 1932-നാണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം വക്കം, തിരുവനന്തപുരം വക്കത്താണ്, ചിറയൻകീഴ് താലൂക്കിലാണ് ഇദ്ദേഹം ജനിച്ചത് കേട്ടോ. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി കേട്ടോ. SNDP മാതൃകയിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം തുടങ്ങിയത് എപ്പോഴാണ്? 1918-ലാണ് കേട്ടോ. SNDP, ശ്രീനാരായണ ഗുരുവിന്റെ SNDP മാതൃകയിലാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം 1918 വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയത്. അതുപോലെ തന്നെ ഐക്യ മുസ്ലിം സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനകൾ സ്ഥാപിച്ചു. ഏതൊക്കെയാണ്? ഐക്യ മുസ്ലിം സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനകളൊക്കെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്ഥാപിച്ചത് കേട്ടോ. അതുപോലെ തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സഭയാണ് ധർമ്മപോഷിണി സഭ. ഇത് സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നെയാണ് കേട്ടോ. ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചിട്ടുണ്ട്. 1931-നാണ് ഇസ്ലാമിയ പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് കേട്ടോ. ദീപിക എന്ന മാസിക ആരംഭിച്ചത് 1931-നാണ്. ദീപിക എന്ന മാസിക എപ്പോഴാണ് ആരംഭിച്ചത്? 1931 തന്നെയാണ് കേട്ടോ. ഖുർആൻ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരണമാണ് ദീപിക. അപ്പൊ ദീപികയുടെ പ്രത്യേകത എന്താണ്? ഖുർആൻ അല്ലെ, ഖുർആൻ ആദ്യമായിട്ട് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരണമാണ് ദീപിക എന്ന് പറയുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മാസിക കേട്ടോ. ഇദ്ദേഹം 3 മാസികകളാണ് ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയാണ്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ദീപിക അല്ലെ. ദീപിക എന്താണ്? ഖുർആൻ ആദ്യമായി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ പ്രസിദ്ധീകരണമാണ് ദീപിക. അത് 1931-നാണ് ആരംഭിച്ചിട്ടുള്ളത്. വേറെ 2 മുസ്ലിം. 1906 ഒരു മാസിക പുറത്തിറക്കി, അതിന്റെ പേരാണ് മുസ്ലിം. ഓക്കെ. അൽ ഇസ്ലാം, അത് 1918-ലാണ് പുറത്തിറക്കിയത് കേട്ടോ. ഏതൊക്കെയാണ് അപ്പോ? മുസ്ലിം 1906 ഈ ഒരു മാസിക ആരംഭിച്ചു. അൽ ഇസ്ലാം എന്ന് പറയുന്ന മാസിക 1918 ആരംഭിച്ചു. ദീപിക എന്ന് പറയുന്ന മാസിക 1931 ആരംഭിച്ചു. ആരാണ് ആരംഭിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി കേട്ടോ. നമുക്കറിയാം വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? ഏതൊരു പത്രത്തിന്റെ പേര് ഓർമ്മ വരും അല്ലെ? ദേശാഭിമാനി പത്രം. 1905-ലാണ് ദേശാഭിമാനി പത്രം ആരംഭിച്ചത് അല്ലെ. ഈ ദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. എല്ലാവർക്കും അറിയാം, അറിയാത്തവരാണെങ്കിൽ പഠിച്ചു വെക്കോളൂ. ദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലെ. ദേശാഭിമാനി പത്രം അഞ്ചുതെങ്ങിലാണ് സ്ഥാപിതമായത്. എവിടെയാണ്? അഞ്ചുതെങ്ങിലാണ് സ്ഥാപിതമായത്. എന്നാണ്? 1905 ജാനുവരി 19-നാണ്. 1905 ജാനുവരി 19-നാണ് ദേശാഭിമാനി പത്രം അഞ്ചുതെങ്ങിൽ സ്ഥാപിതമായത്. പിന്നീട് അത് എവിടേക്ക് മാറ്റി? വക്കത്തിലേക്ക് മാറ്റി. ആദ്യം അഞ്ചുതെങ്ങിൽ സ്ഥാപിച്ചു 1905. പിന്നെ എന്ത് ചെയ്തു? വക്കത്തിലേക്ക് അല്ലെ, വക്കത്തിലേക്ക് മാറ്റി. അത് 1906-ലാണ് കേട്ടോ വക്കത്തിലേക്ക് മാറ്റിയത്. ഇനി നമുക്ക് സ്വദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ ആണ് CP ഗോവിന്ദൻ പിള്ള. ആരാണ്? CP ഗോവിന്ദൻ പിള്ളയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ. ഇദ്ദേഹം എഡിറ്റർ ആയ വർഷം 1905-ലാണ് കേട്ടോ. രണ്ടാമത്തെ എഡിറ്റർ ആണ് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ള അല്ലെ. നമുക്കറിയാം സ്വദേശാഭിമാനി പത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ എഡിറ്ററായ രാമകൃഷ്ണൻ പിള്ളയെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോ രാമകൃഷ്ണൻ പിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ള പത്രത്തിന്റെ എഡിറ്ററായ വർഷം 1906-ലാണ് കേട്ടോ. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ നിരോധിച്ച വർഷമാണ് 1910. എപ്പോഴാണ് തിരുവിതാംകൂർ സർക്കാർ ഈ ഒരു പത്രം നിരോധിച്ചത്? 1910-ലാണ് കേട്ടോ. 1910-ലാണ് രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചാണ് ഈ പത്രം നിരോധിച്ചത്. പത്രത്തെ കണ്ടുകെട്ടി സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയെ നാടുകടത്തിയത്. എവിടേക്കാണ് നാടുകടത്തിയത്? തിരുനെൽവേലിയിലേക്കാണ് കേട്ടോ. എന്നാണ് നാടുകടത്തിയത്? 1910 സെപ്റ്റംബർ 26-നാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയെ നാടുകടത്തിയത്. അന്നേരമുള്ള ദിവാനാണ്
പി രാജഗോപാലാചാരി. ആരാണ് ദിവാൻ? പി രാജഗോപാലാചാരിയാണ് ദിവാൻ. അന്നത്തെ രാജാവാണ് ശ്രീമൂലം തിരുനാൾ ബാലരാമവർമ്മ. എപ്പോ സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയെ നാടുകടത്തിയ സമയത്ത് ദിവാൻ ആരാണ്? പി രാജഗോപാലാചാരിയാണ്. രാജാവ് ശ്രീമൂലം തിരുനാൾ ബാലരാമവർമ്മയാണ് കേട്ടോ. എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? നമുക്കറിയാം, വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലെ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനായ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും എന്ന് അഭിപ്രായപ്പെട്ടത് അല്ലെ. എന്തുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ പറഞ്ഞത്? നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയെ നാടുകടത്തിയത് കൊണ്ടും ഈ ഒരു പത്രം അല്ലെ നിരോധിച്ചുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും ട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇദ്ദേഹമാണ് തിരുവിതാംകൂറിൽ ആദ്യ അറബിക് ബോർഡ് രൂപീകരിച്ചത്. തിരുവിതാംകൂറിൽ ആദ്യ അറബിക് ബോർഡ് രൂപീകരിച്ചത് ഇദ്ദേഹമാണ്. അതിലെ ആദ്യ ചെയർമാൻ ആരാണ്? ഇദ്ദേഹം തന്നെയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂറിൽ ആദ്യ അറബിക് ബോർഡ് രൂപീകരിച്ചതും അതിന്റെ ആദ്യ ചെയർമാനും ട്ടോ. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളാണ് ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, ഔ ഉ സ്വബാഹ്. ഏതൊക്കെയാണ് ഗ്രന്ഥങ്ങള്? ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം, ഔ ഉ സ്വബാഹ് കേട്ടോ. ഇനി സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ആരാണ്? സ്വദേശാഭിമാനി വക്കം മൗലവി അല്ലെ എന്ന കൃതി രചിച്ചത് ഡോക്ടർ ജമാൽ മുഹമ്മദ് ആണ് കേട്ടോ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് എഴുതിയ കൃതിയാണ് ഡോക്ടർ ജമാൽ മുഹമ്മദ് ആണ് എഴുതിയത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇദ്ദേഹം കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണെന്ന് പഠിച്ചു അല്ലെ. ഐക്യ മുസ്ലിം സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സംഘം അല്ലെ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജ് ഇതൊക്കെ സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ധർമ്മപോഷിണി സഭ ഒക്കെ സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മാസികകൾ ഏതൊക്കെയാണ്? മുസ്ലിം, അൽ ഇസ്ലാം, ദീപിക അല്ലെ. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണ്? നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇതിന്റെ രണ്ടാമത്തെ എഡിറ്റർ ആണ് രാമകൃഷ്ണ പിള്ള. ഫസ്റ്റിലെ എഡിറ്റർ ആരാണ്? സ്വദേശാഭിമാനി പത്രത്തിന്റെ ഫസ്റ്റിലെ എഡിറ്റർ ആണ് CP ഗോവിന്ദൻ പിള്ള കേട്ടോ. ഇതൊക്കെ ഒന്ന് ഓർത്തു വെക്കണേ. എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് എന്തിനാണ് പത്രവും അച്ചടിശാലയും എന്ന് അഭിപ്രായപ്പെട്ടത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ.